ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റിയിലെ വേറൊരു സെക്ഷനാണ്, ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് ITF, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോകട്ടോ. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് അല്ലേ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൂഫ് ഇല്ലാണ്ട് ഞാൻ റിസൾട്ടുകൾ എഴുതാം കേട്ടോ. 6 ട്രിഗണോമെട്രിക് നമുക്ക് സിംപ്ലി പ്രൂവ് ചെയ്യാൻ കഴിയും. ഞാൻ പ്രൂഫ് ഇല്ലാണ്ട് എഴുതാണ്. പ്രൂഫ് NCERT ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സൈൻ എക്സിൻ്റെ ഇൻവേഴ്സ് ആണ് സൈൻ ഇൻവേഴ്സ് എക്സിലെ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലേ നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്തിന് ഈക്വലാ? 1/√1 - x² ഈക്വൽ ആട്ടോ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x² ആണ്. അതേപോലെ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/√1 - x². ഇനി ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 + x². ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/1 + x². -1/1 + x². ഇനി ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1/x × x² - 1. ഒന്നും പാടെ ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/x × x² - 1. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x². ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/√1 - x². ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 + x². ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/1 + x². ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x × x² - 1. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സോ -1/x × x² - 1. ഇത്രയും കാര്യങ്ങൾ പുതിയ റിസൾട്ടാണ്. ഓക്കെ, പഠിക്കണം, ബൈ ഹാർട്ട് എഴുതിയേ മതിയാവുള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പറഞ്ഞാൽ 1/√1 - x². ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് -1/√1 - x². രണ്ടും പെയറാക്കി പഠിക്കുക. ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x². ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് അതിൻ്റെ മൈനസ് അല്ലേ, -1/1 + x². ഇനി ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x × x² - 1 ആണ്. ഇനി കൊസീക്കിൻ്റെതോ അതിൻ്റെ മൈനസ് അല്ലേ, -1/x × x² - 1. ഇവനും പെയറാക്കി പഠിക്കുക, ഇവനും പെയറാക്കി പഠിക്കുക, ഇവനും പെയറാക്കി പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ഇത്ര മാത്രം പോരാ. നമ്മൾ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രിയിലെ കുറച്ച് റിസൾട്ടും പാട് ആവശ്യമുണ്ട്. അതും പാട് അവിടെ എഴുതി തരികയാണ്, നിർബന്ധമായിട്ടും പഠിക്കണം. നമുക്കറിയാം sin 2x എന്ന് പറഞ്ഞാൽ 2sin x × cos x അല്ലേ. sin 2x-ന് വേറൊരു ഫോർമുല ഉണ്ട് ഇൻ ടേംസ് ഓഫ് ടാനിൽ അല്ലേ. അതെന്താ മക്കളെ? 2 tan x / 1 + tan² x അല്ലേ. sin 2x-ന് അനന്തര ഫോർമുല. ഓക്കെ, അതേപോലെ cos 2x-ന് 4 ഫോർമുല ഉണ്ട്. 4 ഇമ്പോർട്ടൻ്റ് ആട്ടോ. cos 2x എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എന്താ? cos² x - sin² x. പിന്നെന്താടാ? 2 cos² x - 1. പിന്നെന്താ? 1 - 2 sin² x. പിന്നെന്താ? 1 - tan² x / എന്താണ്? 1 + tan² x. ഇത്രയും മക്കളെ cos 2x-ൻ്റെ ഡിഫറെൻറ്റ് ഫോമാണ്. cos 2x-ന് 4 ഉണ്ട്. 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇൻ്റഗ്രേഷനിലൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് ഈ 4 കേട്ടോ. ഓക്കെ, അപ്പോൾ sin 2x cos 2x. ഇനി എന്താ മക്കളെ? tan 2x എന്ന് പറഞ്ഞാൽ tan 2x = 2 tan x / 1 - tan² x അല്ലേ. tan 2x എന്ന് പറഞ്ഞാൽ 2 tan x / 1 - tan² x. അതേപോലെ ഇനിയും sin 3x എന്ന് പറഞ്ഞാൽ 3 sin x - 4 sin³ x. cos 3xോ? cos 3x എന്ന് പറഞ്ഞാൽ 4 cos³ x - 3 cos x.
ടാൻ 3x ടാൻ 3x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 tan x മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇത്രയും കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ ശരിക്ക് സ്പോണ്ടേനിയസ്ലി ബൈ ഹാർട്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓക്കെ, പറയുന്ന ഓരോ റിസൾട്ട് പഠിച്ചിട്ടില്ലേ? ഈ സെക്ഷനിൽ പറഞ്ഞ ITF ഞാൻ കുറച്ച് റിസൾട്ട് ഇതിൻ്റെ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പഠിച്ചാൽ മാത്രമേ ഇനി നമുക്ക് പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ. പറയുന്നത് മനസ്സിലാവും, പക്ഷേ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ടുകൾ ഓക്കെ ആവണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് dy/dx ഓഫ് ദി ഫോളോയിങ്. ഫൈൻഡ് dy/dx ഓഫ് ദി ഫോളോയിങ്. dy/dx ഓഫ് ദി ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് y is equal to sin inverse 2x divided by 1 plus x square. dy/dx കാണണം. മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റികൾ വന്നിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഇവനെ ത്രൂ ഔട്ട് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ട് ഇവന് എക്സിന് ആപ്റ്റായ ഒരു വാല്യൂ കൊടുത്തിട്ട് ഇവനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നൂടെ പറഞ്ഞുതരാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും വന്നിട്ട് അതിന് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഇവനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ട് എക്സിന് ആപ്റ്റായ സ്യൂട്ടബിളായ ഒരു വാല്യൂ കൊടുത്തിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ആ ആപ്റ്റായ വാല്യൂ കൊടുക്കുക അറിഞ്ഞില്ലേ? ആ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൊടുക്കുക? അതിനെ ആദ്യം പറഞ്ഞത് റിസൾട്ട് അറിയണം എന്ന് പറഞ്ഞത്. റിസൾട്ട് അറിയണം. റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ എക്സിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഒരു വാല്യൂ കൊടുത്താൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റുക, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് കോൺസെപ്റ്റ്. അപ്പോൾ എന്ത് കൊടുക്കണം, ആപ്റ്റായ ഏത് വാല്യൂ കൊടുക്കണം എന്ന് നമുക്ക് ഇൻബിൽട്ടായി തോന്നണമെങ്കിൽ റിസൾട്ട് പക്കയാവണ്ടേ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇവിടെ സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 plus x square ആണ്. അപ്പോൾ ഞാൻ എക്സിന് ടാൻ തീറ്റ കൊടുത്താലേ 2 tan theta by 1 plus tan square theta കിട്ടും. 2 tan theta by 1 plus tan square theta എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? sin 2 theta അല്ലേ? അപ്പോൾ sin inverse sin 2 theta കിട്ടും. sin inverse sin x equal to x പഠിച്ചല്ലേ? അപ്പോൾ sin inverse sin 2 theta എന്താ? 2 theta. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റാൻ പറ്റി നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സിന് എന്ത് കൊടുത്തു? എക്സിന് ടാൻ തീറ്റ കൊടുത്തു. അപ്പോൾ എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ അപ്പോൾ തീറ്റ എന്താ? തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ കിട്ടുന്ന ടാൻ ഇൻവേഴ്സ് ആവൂലേ? അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായി മക്കളെ? ടാൻ ഇൻവേഴ്സ് എക്സ് ആയി. ഓക്കെ, അപ്പോൾ പ്രോബ്ലം മക്കളെ പറ. y is equal to നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 2 into x എന്താ? ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്താടാ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ നോക്കിയേ, y is equal to സൈൻ ഇൻവേഴ്സ് പറ 2 tan theta by 1 plus tan square theta എന്താ മക്കളെ? sin 2 theta അല്ലേ? അപ്പോൾ റിസൾട്ട് അറിയണം. റിസൾട്ട് അറിയാത്തൊരു കുട്ടിക്ക് sin 2 theta എഴുതാൻ കഴിയില്ലല്ലോ. അങ്ങനെ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അവന് ആൻസർ കിട്ടൂല എന്നർത്ഥം. അപ്പോൾ റിസൾട്ട് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായി നോക്കിയേ, y is equal to എന്താ? sin inverse sin 2 theta. എന്താ മക്കളെ? 2 theta അല്ലേ? കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് sin inverse sin x equal to x ആ. ഇവിടെ എക്സിന് പകരം എന്തു? 2 theta. അപ്പോൾ sin inverse sin 2 theta that's equal to 2 theta അല്ലേ? അപ്പോൾ y is equal to 2 theta കിട്ടി. നോക്കിയേ, y is equal to 2 into what is theta? theta എന്ന് പറഞ്ഞാൽ tan inverse x അല്ലേ? 2 into tan inverse x. ഓക്കെ, y is equal to sin inverse 2x divided by 1 plus x square എന്ന് പറയുന്ന വലിയൊരു ക്വാണ്ടിറ്റീനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റിയില്ലേ? അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റി അതിന് ശേഷം എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പെർഫെക്റ്റ്. അപ്പോൾ ITFലെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ എക്സിന്
ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും തന്നിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ എക്സിന് ആപ്റ്റായ വാല്യൂ കൊടുത്തിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റി അതിന് ശേഷം എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പെർഫെക്റ്റ്. ഇങ്ങനെ ചെയ്യാമെന്നാലേ ഇപ്പം നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 + x². നമ്മൾ പഠിച്ചില്ലേ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പിടിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് dy/dx കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ dy/dx ഈക്വൽ ടു 2 ഒരു കോൺസ്റ്റൻ്റാ 2 ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് നമുക്ക് 1/1 + x². അപ്പോൾ dy/dx ഈക്വൽ ടു എന്താ 2 ഡിവൈഡ് ബൈ 1 + x² ഈസ് ദ ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. പെർഫെക്റ്റ്. ഈ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതും dy/dx കാണുന്നുണ്ട് കേട്ടോ. y ഈക്വൽ ടു tan ഇൻവേഴ്സ് 3x മൈനസ് x³ ഡിവൈഡ് ബൈ 1 - 3x². tan ഇൻവേഴ്സ് 3x മൈനസ് x³ ഡിവൈഡ് ബൈ 1 - 3x². പറ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റുക. എങ്ങനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റുക? എക്സിന് ഒരു സ്യൂട്ടബിളായ വാല്യൂ കൊടുത്തിട്ട്. എക്സിന് ഞാൻ എങ്ങനെ സ്യൂട്ടബിളായ വാല്യൂ കൊടുക്കും? അതിനാണ് പറഞ്ഞത് എന്തറിയണം? റിസൾട്ട് അറിയണം. പഠിക്കേണ്ട റിസൾട്ട്. ഓക്കെ, അപ്പോൾ എന്താ മക്കൾ പറ, ഞാൻ എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ 3 tan θ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 - 3 tan² തീറ്റ എന്നാവും. എന്താ മക്കളെ 3 tan θ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 - 3 tan² തീറ്റ പറഞ്ഞാൽ tan 3θ അല്ലേ, tan 3θ. അപ്പോൾ എന്താവും മക്കൾ പറ, ടാൻ ഇൻവേഴ്സ് tan 3θ ആവും. ടാൻ ഇൻവേഴ്സ് tan 3θ ആവൂലേ? അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി കൺവേർട്ട് ആയില്ലടാ. ഇട്ടുണ്ടോ? ഇല്ല. അപ്പം എന്താ മക്കളെ, ഞാനിവിടെ എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് ഞാൻ എന്ത് കൊടുത്തു? ടാൻ തീറ്റ കൊടുത്തു. അപ്പോൾ തീറ്റ എന്താ? തീറ്റ ഇസ് ഈക്വൽ ടാൻ ഇങ്ങോട്ട് വന്ന് ടാൻ ഇൻവേഴ്സ് ആവൂലേ? അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആയി. കൺഫ്യൂഷൻ? അപ്പം എന്താ മക്കൾ പറ, y is equal to tan inverse 3 into എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ അല്ലേ, 3 tan θ മൈനസ് വാട്ട് ഈസ് x ക്യൂബ്? ടാൻ ക്യൂബ് തീറ്റ. ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 - 3 വാട്ട് ഈസ് x²? x² എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ. 1 - 3 ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ y is equal to tan inverse 3 tan θ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 - 3 ടാൻ സ്ക്വയർ തീറ്റ എന്താ മക്കളെ? ടാൻ 3θ അല്ലേ. അപ്പോൾ y is equal to what is tan inverse tan 3θ എന്താ നമുക്കറിയാം? tan inverse tan x equal to x അല്ലേ. അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാവണം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാവുന്ന പ്രോബ്ലം ചോദിക്കുള്ളൂ കേട്ടോ. 3θ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്കാരം അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പോൾ tan inverse tan 3θ എന്താ? 3θ. y is equal to 3 into what is θ? θ എന്ന് പറഞ്ഞാൽ tan inverse x അല്ല. അപ്പോൾ 3 into tan inverse x ആണ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി നോക്കിയാൽ വലിയൊരു ക്വാണ്ടിറ്റീനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റിയില്ലേ? ആഫ്റ്റർ കൺവേർട്ടിങ് ഇൻ ടു സിംപ്ലിഫൈഡ് ഫോം ഡു ദ ഡിഫറൻസിയേഷൻ. ഡെറിവേറ്റീവ് ഓഫ് y എന്താ? dy/dx ഈക്വൽ ടു 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് മക്കളെ 1/1 + x². അപ്പോൾ dy/dx is equal to 3 into 1 3 divided by 1 plus x² is the answer. Perfect? Any doubt? Okay. Next problem ആട്ടോ. y is equal to sin inverse 2x into root of 1 minus x². Then find dy/dx. dy/dx കാണണം കേട്ടോ. sin inverse ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. എക്സിന് പകരം വേറെ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി ആദ്യം കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കണം പറ? എക്സിന് ഞാൻ സൈൻ തീറ്റ കൊടുത്തു നോക്കി കേട്ടോ. എക്സിന് സൈൻ തീറ്റ കൊടുത്തു നോക്കി. അപ്പോൾ തീറ്റ എന്താ? തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇങ്ങോട്ടും സൈൻ ഇൻവേഴ്സ് ആവൂലേ? അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ പ്രോബ്ലം മാറ്റാൻ പോവാണ്. y is equal to സൈൻ ഇൻവേഴ്സ് 2 into what is x? sin theta into root of 1 minus what is x²? sin square theta. Okay. y is equal to sin inverse
2 സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്താ മക്കളെ? കോസ് തീറ്റ അല്ലേ. അപ്പം എന്തായി? y is equal to സൈൻ ഇൻവേഴ്സ് വാട്ട് ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താടാ? സൈൻ 2 തീറ്റ അല്ലേ. ഡൗട്ട് ഉണ്ടോ? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്താ നോക്കിയേ? y is equal to സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റയാണ്. ഡൗട്ടില്ലല്ലോ. അപ്പം എന്തായെന്ന് പറഞ്ഞേ? y is equal to 2 ഇൻറ്റു വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ y is equal to 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലേക്കാക്കി കൺവേർട്ട് ചെയ്തു. ആഫ്റ്റർ കൺവേർട്ടിങ് ടു ഇൻ സിംപ്ലർ ഫോം ഡു ദ ഡിഫറൻസിയേഷൻ അല്ലേ. അപ്പോൾ എന്താ മക്കൾ പറഞ്ഞേ? ഡിഫറൻഷിയേറ്റ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന മക്കളെ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ദ ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. y is equal to ഓക്കെ അല്ലേടാ? കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട്, മാക്സിമം പ്രോബ്ലം ചെയ്യാനാട്ടോ. ഓക്കെ. y is equal to നോക്കിയേ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. y is equal to സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. മകളെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തൊക്കെ വന്നു. അപ്പോൾ നമ്മൾ എക്സിനെ ഈ വലിയൊരു ക്വാണ്ടിറ്റി ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കി മാറ്റുക. ഞാൻ എക്സിന് ആപ്റ്റായ വാല്യൂ കൊടുക്കല്ലേ. എങ്ങനെ കൊടുക്കുക? റിസൾട്ട് അറിയണം അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു പോവാണ്. ഓക്കെ. നിങ്ങൾക്കും അങ്ങനെ ആ രീതിയിലേക്ക് ആവാൻ പറ്റും. റിസൾട്ടൊക്കെ പക്കയായി പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും എക്സിന് എന്ത് കൊടുക്കണം? അപ്പോൾ എക്സിന് ടാൻ തീറ്റ കൊടുത്തു നോക്കില്ലേ. അപ്പോൾ ഞാനേ എക്സിന് ടാൻ തീറ്റ കൊടുത്തു നോക്കിട്ടോ. അപ്പോൾ എക്സിന് ടാൻ തീറ്റ കൊടുത്തു നോക്കിയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് ഇക്കാരം? ടാൻ ഇൻവേഴ്സ് എക്സ് ഇക്കാരം എന്ന് മനസ്സിലായി ഇല്ലേ. പ്രോബ്ലം മാറ്റാൻ പോവാണ്. y is equal to സൈൻ ഇൻവേഴ്സ് 1 മൈനസ് വാട്ട് ഈസ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് വാട്ട് ഈസ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ അല്ലേ. സംശയമില്ലല്ലോ. അപ്പോൾ y is equal to സൈൻ ഇൻവേഴ്സ് നമുക്കറിയാം കോസ് 2 തീറ്റ ഇൻ ടേംസ് ഓഫ് ടാൻ എന്താ? കോസ് 2x എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആയിരുന്നില്ലേ. അപ്പോൾ നോക്കിയേ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വല മക്കളെ? കോസ് 2 തീറ്റയ്ക്ക് ഈക്വൽ അല്ലേ. കോസ് 2 തീറ്റ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഔട്ടില്ലല്ലോ. അപ്പോൾ പ്രോബ്ലം എന്തായി മാറി മക്കളെ? y is equal to സൈൻ ഇൻവേഴ്സ് കോസ് 2 തീറ്റ. നമ്മൾ പഠിച്ചത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പഠിച്ചില്ലേ. ഒരിക്കലും സൈൻ ഇൻവേഴ്സ് കോസ് പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നോക്കിയേ പ്രോബ്ലം കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്താ മക്കളെ? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് അല്ലേ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണെങ്കിൽ കോ ഫംഗ്ഷൻ ആവും. ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ പോസിറ്റീവ് ആയിക്കാരം അല്ലേ. അപ്പോൾ മക്കൾ പറ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ എന്തായിരിക്കും? ഇവിടെ എക്സിന് പകരം 2 തീറ്റ അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സിന് പകരം എന്തായിക്കാരം 2 തീറ്റ. ആ മാറ്റല്ലേ ഉള്ളൂ. എക്സിന് പകരം 2 തീറ്റ കൊടുത്തു. അപ്പോൾ ഇവിടെ 2 തീറ്റ കിട്ടും. അപ്പോൾ കോസ് ഓഫ് 2 തീറ്റയ്ക്ക് പകരം ഇൻ ടേംസ് ഓഫ് സൈനിൽ എന്ത് ചെയ്താം? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ അല്ലേ. സംശയം ഉണ്ടോ? അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ കാരണം പുറത്ത് സൈൻ ഇൻവേഴ്സാണ്. നമുക്ക് ആകെ അറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. പക്ഷേ ഇവിടെ സൈൻ ഇൻവേഴ്സ് കോസ് ആണ്. ഒരിക്കലും റിസൾട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഉറപ്പായിട്ടും കോസിനെ എന്താക്കി മാറ്റണം? സൈനാക്കി മാറ്റണം. കോസ് 2 തീറ്റനെ എങ്ങനെ സൈനാക്കി മാറ്റുക? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ കൊടുത്താൽ മതി. പെർഫെക്റ്റ്. അപ്പോൾ പ്രോബ്ലം എന്തായി മാറി മക്കളെ? y ഈസ് ഈക്വൽ ടു നോക്കിയേ സൈൻ ഇൻവേഴ്സ് വാട്ട് ഈസ് കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ ഇൻ ടേംസ് ഓഫ് സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ അല്ലേ. ഇനി കൺഫ്യൂഷൻ? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആ. ഇവിടെ എക്സിന് പകരം എന്താ? പൈ ബൈ 2 മൈനസ് 2 തീറ്റ. അപ്പം നോക്കിയേ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ എന്താ മക്കളെ? പൈ ബൈ 2 മൈനസ് 2 തീറ്റ അല്ലേ. അപ്പോൾ നോക്കിയേ വലിയൊരു ക്വാണ്ടിറ്റീനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റിയില്ലേ. സംശയം ഉണ്ടോ? ഒന്നുകൂടെ കൊടുക്കാം. y ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് 2 ഇൻറ്റു വാട്ട് ഈസ് തീറ്റ?
what is theta? Theta ആണ് tan inverse x അല്ലേ, 2 into tan inverse x. അപ്പോൾ ഇവനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കി മാറ്റി എന്നിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പൈ ബൈ 2 പൈ 3.14, അപ്പോൾ പൈ ബൈ 2 ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു പൈ ബൈ 2 കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് 0, പിന്നെ -2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്താ 1/1 + x². അപ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ, -2 × 1 -2 / 1 + x² is the answer. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ITF നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം കൂടെ ചെയ്യാം കേട്ടോ. y is equal to sec inverse 1/2x² - 1. പറ, എക്സിന് എന്ത് കൊടുക്കാൻ പറ്റും? എടാ ഇൻവേഴ്സ് ആണ്, എക്സിന് പകരം വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കി മാറ്റണമെന്ന് മനസ്സിലായി. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് സീക്ക് ഇൻവേഴ്സ് സീക്ക് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാക്കി കിട്ടിയ എളുപ്പമായി. അപ്പോൾ ഞാനേ എക്സിന് ഇങ്ങനെ കൊടുത്തു നോക്കട്ടെ. ഞാൻ ഈ എക്സിന് കോസ് തീറ്റ കൊടുത്തു നോക്കിട്ടോ. അപ്പോൾ തീറ്റ എന്തെങ്കിലും ഉറപ്പാണ് എന്തായിരിക്കും, കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രോബ്ലം നേരെ മാറ്റുകയാണ്. y is equal to sec inverse 1/2 ഇൻറ്റു വാട്ട് ഈസ് x², cos² തീറ്റ -1 അല്ലേ. x² എന്ന് പറഞ്ഞാൽ cos² തീറ്റ, പിന്നെ ഇവിടെ -1 ഉണ്ട്. നമുക്കറിയാം cos 2x ന് 4 ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos² x - sin² x, പിന്നെ 2cos² x - 1 എന്ന് പറയുന്ന ഒരു ഫോർമുല ഇല്ലേ. cos 2x എന്ന് പറഞ്ഞാൽ 2cos² x - 1. അപ്പോൾ cos 2 തീറ്റ 2cos² തീറ്റ -1 അല്ലേ. 2cos² തീറ്റ -1 എന്ന് പറഞ്ഞാൽ cos 2 തീറ്റ അല്ലേടാ. അപ്പോൾ പ്രോബ്ലം വീണ്ടും മാറ്റാൻ പോവാണ്. y is equal to sec inverse 1/2cos² തീറ്റ -1 എന്ന് പറഞ്ഞാൽ cos 2 തീറ്റ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായി പ്രോബ്ലം മക്കൾ പറയാം. y is equal to നോക്കിയ sec inverse വാട്ട് ഈസ് 1/cos. 1/cos പറഞ്ഞാൽ സീക്ക് അല്ലേ. അപ്പോൾ 1/cos 2 തീറ്റ എന്താ മക്കളെ, സീക്ക് 2 തീറ്റ. റെസിപ്രോക്കൽ ഓഫ് കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്. ഇവിടെ 2 തീറ്റ ആകുമ്പോൾ 2 തീറ്റ വരും. നമുക്കറിയാം സീക്ക് ഇൻവേഴ്സ് സീക്ക് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം 2 തീറ്റ. അപ്പം നോക്കിയാൽ y is equal to സീക്ക് ഇൻവേഴ്സ് സീക്ക് 2 തീറ്റ എന്താ 2 തീറ്റ അല്ലേ. ഡൗട്ട് ഇല്ലല്ലോ. y is equal to 2 ഇൻറ്റു വാട്ട് ഈസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ നോക്കിയാൽ ഇവനെ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റി അല്ലേ. 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എന്താ മക്കൾ പറ, ഡിഫറൻഷിയേറ്റ് ചെയ്യടാ. ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താടാ -1/√1 - x² അല്ലേ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എങ്ങനെ പറയാമടാ, 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -2 /√1 - x² ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിഫറൻസിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ലോഗരിതമിക് ഫംഗ്ഷന് നമ്മൾ ആ ഫംഗ്ഷനല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്, ആ ഫംഗ്ഷനുകളുടെ ഡിഫറൻസിയേഷനാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെയും ലോഗരിതമിക് ഫംഗ്ഷൻ്റെയും മക്കളെ ഡിഫറൻസിയേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ചെറുതായിട്ട് എന്താണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ, നിങ്ങൾ ഓൾറെഡി ലോഗൊക്കെ കെമിസ്ട്രിയിലൊക്കെ ഇക്വിലിബ്രിയത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കുറച്ച് ലോഗിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ദാറ്റ്സ് ഇനഫ്. അത്ര മതി നമുക്ക് ആ ഫംഗ്ഷനെ കുറിച്ച് അറിയാൻ. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെ ചെയ്യും, എപ്പോഴൊക്കെയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുക, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കും. അപ്പോൾ പ്യൂർലി നമ്മൾ ഫോക്കസ് ചെയ്യുക ഈ ഫംഗ്ഷനുകളുടെ ഏതൊക്കെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകളുടെയും ലോഗരിതമിക് ഫംഗ്ഷനുകളുടെയും ഡിഫറൻസിയേഷൻ. നമ്മൾ ഡിഫറൻസിയേഷനാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലേ നോക്കിയേ y is equal to f of x equal to a raised to x ടൈപ്പുള്ള
ഫംഗ്ഷനുകളെയാണ് എന്ത് മക്കളെ വിളിക്കുക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ മക്കളെ 2ഓ 3ഓ 4ഓ 100ഓ 1000ഓ 2x 3x 4x അങ്ങനത്തെ ആ ടൈപ്പ് ഫംഗ്ഷനുകളാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഈ ലോഗരിതത്തില്ല കേട്ടോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മക്കളെ f(x) = a⁻x എന്ന് പറയുന്ന ഈ ഫോർമാറ്റുള്ള ഫംഗ്ഷനാണ് മക്കളെ എന്ത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും പിന്നെ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും. എന്താ ഈ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലേ, ഇത് മക്കളെ ബേസ് അല്ലേ, ഈ എനെ വിളിക്കുന്ന പേരാണ് ബേസ് എന്ന് പറഞ്ഞാൽ, ഈ എക്സിനെ വിളിക്കുന്ന പേരാണ് പവർ അല്ലേ? ഓക്കെ, അപ്പോൾ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബേസ് 10 ആണെങ്കിൽ ഈ 10⁻x വിളിക്കുന്ന പേരാണ് മക്കളെ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ബേസ് മക്കളെ എക്ക് പകരം ഇ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ, അപ്പോൾ e⁻x ആണെങ്കിൽ ഇവനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. ബേസ് 10 ആണെങ്കിൽ 10⁻x എന്ന് പറയുന്ന ഫോർമാറ്റ് വരും. അപ്പോൾ അതാണ് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്. എക്ക് പകരം e⁻x ആണെങ്കിൽ മക്കളെ ഈ ഒരു കോൺസ്റ്റന്റ് ആട്ടോ, ഈൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.7 സംതിങ് ഒക്കെയാണ്. അപ്പോൾ e⁻x ആണ് മക്കളെ എന്ത്? നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, e⁻xന്റെ എക്സ്പാൻഷൻ മക്കളൊന്ന് അറിഞ്ഞിരിക്കണം, എൻട്രൻസിനൊക്കെ ആവശ്യം വരും. e⁻xന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് മക്കളെ എന്ത്? e⁻xന്റെ എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, അപ്പോൾ e⁻1 എന്തായിക്കാരം? e⁻1 എന്ന് പറഞ്ഞാൽ മക്കളെ 1 + x സ്ഥാനത്ത് 1 കൊടുത്താൽ 1/1 ഫാക്ടോറിയൽ പ്ലസ് 1² ഫാക്ടോറിയൽ പ്ലസ് 1³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര, അങ്ങനെ പോകില്ലേ? ഇവന്റെ e⁻1 എന്ന് പറഞ്ഞാൽ ഈ അല്ലേടാ. അപ്പൊ ഈന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 2.7 സംതിങ് ആ ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ e⁻x എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ബേസ് 10 ആണെങ്കിൽ 10⁻x ആവും. അതാണ് മക്കളെ എന്ത്? കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്. നമുക്ക് ഇവന്റെ ഡെറിവേറ്റീവ് മക്കളെ ആവശ്യം കേട്ടോ, ഇവന്റെ ഡെറിവേറ്റീവ് ആണ് ആവശ്യം. ഞാൻ ഓൾറെഡി ചാപ്റ്റർ തുടങ്ങിയപ്പോൾ വിത്തൗട്ട് പ്രൂഫ്, ഇവിടെ ഞാൻ പ്രൂഫ് പറയുന്നില്ല, പ്രൂഫിന്റെ ആവശ്യമില്ല നമുക്ക്. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ a⁻x ഇൻറ്റു log a കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ a⁻x ഇൻറ്റു log a. ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ e⁻x തന്നെ കേട്ടോ. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ a⁻x ഇൻറ്റു log a. ഡെറിവേറ്റീവ് ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ e⁻x ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു ഐഡിയ കിട്ടി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻസ് ആട്ടോ. ലോഗരിതമിക് ഫംഗ്ഷൻ, ലോഗ് നിങ്ങൾ ഓൾറെഡി കേട്ട കാര്യമാണ്. ഓക്കെ, ഈ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സാണ്. Exponential function is the inverse of logarithmic function and logarithmic function is also the inverse of exponential function. രണ്ടും പരസ്പരം വന്ന കട്ടായി പോകും. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ നമ്മളെ ഒരു ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അവിടെയൊക്കെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക്കും സൈമൾട്ടേനിയസ്ലി വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ദ ലിസൺ ഹിയർ. അപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻസ് ആട്ടോ. ലോഗരിതമിക് ഫംഗ്ഷനിൽ നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താടാ 1/x അല്ലേ മക്കളെ? വളരെ ശ്രദ്ധിക്കണേ, അത് ബേസ് മക്കളെ, ബേസ് ഒക്കെ എല്ലാം അറിയില്ലേ ലോഗിന്?
ഓക്കെ, ബേസ് 2ഓ 3ഓ 4ഓ 5ഓ 10ഓ ഒക്കെ ഉണ്ടാവാം. ബേസ് ഇ ആണെങ്കിൽ ഈ ടൈപ്പ് ലോഗിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ലോഗരിതം. ബേസ് 10 ആണെങ്കിൽ നോക്കി, നമ്മളവിടെ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി ബേസ് 10 ആണെങ്കിൽ ലോഗ് എക്സ് ടു ദ ബേസ് 10. ഈ ബേസ് 10 ആണെങ്കിൽ മക്കളെ ആ ടൈപ്പ് ലോഗിനെ വിളിക്കുന്ന പേരാണ് കോമൺ ലോഗരിതം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് നാച്ചുറൽ ലോഗരിതത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താടാ 1/x ആയപ്പോൾ ബേസ് ഇ ആണെങ്കിൽ. ഇനി വെറുതെ ലോഗ് എക്സ് ഇടുകയാണെങ്കിൽ ബേസ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ബേസ് ഇ ആണെന്ന് അർത്ഥം. ബേസ് ഇ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ മക്കളെ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x കിട്ടുള്ളൂ. എപ്പോൾ ബേസ് ഇ ആണെങ്കിൽ മാത്രം. ബേസ് ഇ അല്ലെങ്കിൽ 1/x അല്ല കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x ആണ് എപ്പോൾ ബേസ് ഇ ആണെങ്കിൽ. നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം ചോദിക്കലുള്ളൂ. ഒന്നുകൂടെ അഡ്വാൻസ് ലെവൽ മീൻസ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ചിലപ്പോൾ ബേസ് 10 ഒക്കെ ഉണ്ടാവും. അത് 1/x അല്ല. 1/x എപ്പോഴാണ് വരിക? ലോഗിൻ്റെ ബേസിൽ ഇ ആണെങ്കിൽ കേട്ടോ. ലോഗിൻ്റെ ബേസിൽ ഇ ആണെങ്കിൽ അവൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. മക്കളെ സിംപിളി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2³ എത്ര മക്കളെ? 2³ എന്ന് പറഞ്ഞാൽ 8 അല്ലേ? അപ്പം നോക്കിയേ, 2³ 8 ആണെങ്കിൽ ലോഗ് ഓഫ് 8 ടു ദ ബേസ് 2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും. മക്കളെ 2⁴ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? അപ്പം എന്തായിരിക്കും മക്കളെ? ലോഗ് ഓഫ് 16 ടു ദ ബേസ് 2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ജനറലി എനിക്ക് ഇങ്ങനെ പറയാമോ? a⁻x is equal to b ആണെങ്കിൽ, നമ്മൾ പോസിറ്റീവ് ക്വാണ്ടിറ്റിനെ കുറിച്ച് പറയുന്നു കേട്ടോ, എയും ബി ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. a⁻x equal to b ആണെങ്കിൽ ഇതേപോലെ എങ്ങനെ പറയാൻ പറ്റൂടാ? ലോഗ് ഓഫ് b ടു ദ ബേസ് a is equal to എന്തായിരിക്കും? x ആയിരിക്കും. ഓക്കെ, ഇത്രയെങ്കിലും മിനിമം ഇത്രയെങ്കിലും ലോഗിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും സിംപ്ലി എന്താ മനസ്സിലാക്കി. ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ a⁻x ഇൻറ്റു ലോഗ് ഇ ആണ്. ഡെറിവേറ്റീവ് ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ e⁻x ആണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x. ലോഗ് എന്ന് പറഞ്ഞാൽ ബേസ് ഇ ആണെങ്കിൽ കേട്ടോ. ബേസ് ഇ അല്ലെങ്കിൽ വേറെ ഉണ്ടാവും, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതിനോട് കൂടെ വേറെ ഒരു ക്വാണ്ടിറ്റികളും വരും, അത് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, ഈ ലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണേ. പ്രോപ്പർട്ടീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം മക്കളെ, ഒന്നാമത്തത് ലോഗ് ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ, ലോഗ് ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? n ഇൻറ്റു എന്താണ്? ലോഗ് എക്സ് ആണ്. ലോഗ് ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഈ എക്സിൻ്റെ പവറത്തെ ഈ ക്വാണ്ടിറ്റി ഉള്ളത് ലോഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. ഇനി ലോഗ് ഓഫ് എക്സ് ഇൻറ്റു വൈ, ലോഗിൻ്റെ ഉള്ളിൽ, ലോഗ് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ട് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ മക്കളെ? ലോഗ് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് എന്താ മക്കളെ? ലോഗ് വൈ ആണ്. ലോഗ് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ആണ്. അതേപോലെ ഇനി ഡിവിഷൻ വരികയാണെങ്കിൽ ലോഗിൻ്റെ ഉള്ളിൽ ലോഗ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ, ലോഗ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താ? ലോഗ് എക്സ് മൈനസ് എന്താ മക്കളെ? ലോഗ് വൈ. ഓക്കെ, ലോഗ് ഇ എന്താ മക്കളെ? മക്കളെ ഒന്നിട്ടില്ലെങ്കിൽ ബേസ് ഇ ആട്ടോ. ലോഗിൻ്റെ ബേസിൽ ഒന്നും സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ലെങ്കിൽ ബേസ് ഇ ആണെന്ന് അർത്ഥം. ലോഗ് ഓഫ് ഇ എന്താ മക്കളെ? 1 അല്ലേ? ലോഗ് ഓഫ് 1 എന്താ? ലോഗ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ലോഗ് ഓഫ് 1 അങ്ങനെ 0 എന്നേ? അടാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, a⁻x = b ആണെങ്കിൽ മക്കളെ, a⁻x = b ആണെങ്കിൽ ലോഗ് b ടു ദ ബേസ് a, b ടു ദ ബേസ് a is equal to എന്താ മക്കളെ? x അല്ലേ? ഇതല്ലേ മക്കളെ സിംപ്ലി ലോഗിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം നോക്കിയേ, e⁻1 = എന്താ?
ഇ റൈസ് ടു 1 ഈക്വൽ ടു ഇ അല്ലേ? ഇ റൈസ് ടു 1 ഈക്വൽ ടു ഇ ആണെങ്കിൽ പറ ഇതേപോലെ എ റൈസ് ടു എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ലോഗ് ഓഫ് ബി ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. നമുക്കറിയാം ഇ റൈസ് ടു 1 ഈക്വൽ ടു ഇ ആണെങ്കിൽ ഇതേ കോൺസെപ്റ്റ് പ്രകാരം പറ ലോഗ് ഓഫ് ഇ ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ ലോഗ് ഓഫ് ഇ ബേസ് ഇ ആണെങ്കിൽ പ്രത്യേകം പറയില്ല, ലോഗ് ഇ ഈസ് ഈക്വൽ ടു 1 കിട്ടിയില്ലേ? സംശയം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് മക്കൾ എന്ത് ലോഗ് ഇ 1 ആയത്. ഓക്കെ, ഇനി മക്കൾ നമുക്കറിയാം, ശ്രദ്ധിച്ചോട്ടോ, ഏതെങ്കിലും ഇ റൈസ് ടു 0 എന്താ ഇ എന്നായിക്കോണമെന്ന് കേട്ടോ. ഏത് ക്വാണ്ടിറ്റീൻ്റെയും പവറിൽ 0 വരികയാണെങ്കിൽ മക്കളെ അവൻ്റെ ആൻസർ 1 അല്ലേ? എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 എന്താ മക്കളെ 1 ആണ്. അങ്ങനെയെങ്കിൽ മക്കൾ പറയും ഇതേ കോൺസെപ്റ്റ് പ്രകാരം എ റൈസ് ടു എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ലോഗ് ഓഫ് ബി ടു ദ ബേസ് എ ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതേപോലെ ഇ റൈസ് ടു 0 ഇ എൻ ആയിക്കോണമെന്നില്ല, 2 3 4 5 10 100 എന്താണെങ്കിലും ഏത് ക്വാണ്ടിറ്റീൻ്റെയും പവറിൽ 0 വരികയാണെങ്കിൽ അവൻ 1 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതേ കോൺസെപ്റ്റ് പ്രകാരം പറ ലോഗ് ഓഫ് പറ 1 ടു ദ ബേസ് ഇ ഇസ് ഈക്വൽ ടു എന്താടാ 0 ആണ്. അപ്പോൾ ലോഗ് 1 എന്താണ് 0 ആണ്, ലോഗ് ഇ എന്താണ് 1 ആണ്. ഇത്രയും കാര്യങ്ങൾ മിനിമം. ഇനിയും ലോഗിന് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ, ഒരുപാട് പ്രോപ്പർട്ടി ഇനിയുണ്ട്. മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ലോഗ് ഓഫ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ലോഗ് എക്സ് ആണ്. ലോഗ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ആണ്. ലോഗ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആണ്. ലോഗ് ഇ എന്താണ് 1 ആണ്, ലോഗ് 1 എന്താണ് 0 ആണ്. ഓക്കെ, ലോഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻബിൽട്ട് ഒരു മീനിങ് ഉണ്ട്, ബേസ് എന്തായിരിക്കും ഇ ആയിരിക്കും. ബേസ് ഇ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യും. ഓക്കെ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എപ്പോഴാണ് ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുക, ഏത് ടൈപ്പ് പ്രോബ്ലത്തിലാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുക എന്ന് മനസ്സിലാവണം. എല്ലാത്തിലും നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കില്ല. ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലത്തിലാണ് നമ്മൾ ഈ ലോഗിൻ്റെ ഈ പ്രോപ്പർട്ടി വെച്ചുള്ള ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 4 എന്താ? ഇത് എക്സ് റൈസ് ടു എൻ മോഡൽ അല്ലേ? അപ്പോൾ എൻ എക്സ് റൈസ് ടു n-1 വരും. നോക്കിയേ 4 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അപ്പോൾ നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് 2 റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ മക്കൾ എന്താടാ 2 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2 അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എന്താ 4 റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 4 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 4. ഓക്കെ, അപ്പോൾ നോക്കിയേ ഈ രണ്ട് ഫംഗ്ഷൻ നോക്കിട്ടോ, ഈ എക്സ് റൈസ് ടു 4ഉം ഈ 2 റൈസ് ടു എക്സും നോക്കുക. എക്സ് റൈസ് ടു 4ഉം 2 റൈസ് ടു എക്സും മക്കളെ ഇതാണ് ബേസ്. നമുക്കറിയാം ബേസ് ഇവനാണ് മക്കളെ എന്ത് പവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി 2 റൈസ് ടു എക്സിൽ ഇവനാണ് മക്കളെ എന്ത് ബേസ് എന്ന് പറഞ്ഞാൽ, ഇവനാണ് മക്കളെ എന്ത് പവർ എന്ന് പറഞ്ഞാൽ അല്ലേ? ഇവിടെ ബേസ് മക്കളെ വേരിയബിളാ, എക്സ് ഒരു വേരിയബിളാ, പക്ഷെ പവർ എന്താ 4 ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ബേസ് 2 ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ പവർ മക്കളെ എക്സാ, അതൊരു വേരിയബിൾ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഏതെങ്കിലും ഒന്ന് ബേസോ അല്ലെങ്കിൽ പവറോ, അല്ലെങ്കിൽ ഇവിടെ ബേസോ അല്ലെങ്കിൽ പവറോ ഏതെങ്കിലും ഒന്നെന്താണ് കോൺസ്റ്റന്റ് ആണ്, ഒന്ന് വേരിയബിളുമാണ്. പക്ഷേ സപ്പോസ് നിങ്ങൾ നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സ് നിങ്ങൾ എങ്ങനെ കാണുക? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എങ്ങനെ കാണുക? ഇവിടെ മക്കളെ ഈ എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബേസ് എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അവൻ വേരിയബിളാ. പവർ എന്താ മക്കളെ? പവർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അവനും വേരിയബിളാ. ബേസും പവർ എന്താ മക്കളെ? വേരിയബിൾ അല്ലേ? അതായത് രണ്ടും എന്താണ്? ഫംഗ്ഷനുകളാണ്. അതായത് എഫ് ഓഫ് എക്സ് റൈസ് ടു എന്താ മക്കളെ? ജി ഓഫ് എക്സ് മോഡൽ അല്ലേ? ബേസും പവറും എന്താ? ഫംഗ്ഷനുകളാണ്, മീൻസ് വേരിയബിളുകളാണ്. അപ്പൊ നോക്കിയേ എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 4x³ എന്ന് പറഞ്ഞു.
അങ്ങനെയെങ്കിൽ എനിക്ക് എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താ, എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൂടെ പലർക്കും തോന്നാം. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ മക്കളെ, എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞ ആ എൻ കോൺസ്റ്റന്റാ. അങ്ങനെയെങ്കിൽ മാത്രമേ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ മക്കളെ എക്സ് റൈസ് ടു എക്സ് ആണ്, ബേസും പവറും മക്കളെ വേരിയബിൾ ഫംഗ്ഷനുകളാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് എന്ത് പറയാൻ പറ്റൂല, എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് പറയാൻ കഴിയില്ല. സംശയമുണ്ടോ? അപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനുകൾ ഈ ഫോർമാറ്റ് ആണെങ്കിൽ, ഏത് ഫോർമാറ്റ്, ആ ഫംഗ്ഷനുകൾ എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് മോഡൽ ആണെങ്കിൽ, ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ഫംഗ്ഷനിലെ ബേസും പവറും വേരിയബിൾ ആണെങ്കിൽ, ഓക്കെ, രണ്ടും എക്സും അല്ലെങ്കിൽ എക്സും വൈ എന്താണോ വേരിയബിൾ ആണെങ്കിൽ, കോൺസ്റ്റന്റ് അല്ലാത്ത എന്ത് വന്നാലും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മക്കളെ എന്താണ്? വെൻ ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്. വെൻ ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്. അപ്പോൾ മക്കൾക്ക് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കേണ്ട ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വെൻ ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, ബേസും പവറും വേരിയബിൾ ആണെങ്കിൽ അവിടെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. പെർഫെക്റ്റ്. ഇനി നോക്കിയേ വേറൊരു കേസ് കേട്ടോ. നിങ്ങളോടെ എക്സ് പ്ലസ് 4 ഓൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഓൾ റേസ് ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 6 ഓൾ റേസ് ടു 7 ഇൻറ്റു എക്സ് പ്ലസ് 8 ഓൾ റേസ് ടു 6. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ ആകെ പഠിച്ചത് എങ്ങനെയാണ്? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മക്കളെ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എന്താടാ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്, പ്രോഡക്റ്റ് റൂള്. ഇനി 3 ആണെങ്കിൽ അതിന് ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താ മക്കളെ യു വി ഡബ്ല്യു. 3 ഫംഗ്ഷൻ, ഇവിടെ എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും പകരം എളുപ്പത്തിന് വേണ്ടി ഞാൻ യു വി ഡബ്ല്യു എന്ന് പറയുന്ന 3 ഫംഗ്ഷനുകൾ, ആ 3 ഫംഗ്ഷനുകളുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലേ മക്കൾ എന്താടാ ഡി യു ബൈ ഫസ്റ്റ് യു അല്ലേ, അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഡബ്ല്യു. ഈ സെക്കൻഡും തേർഡും അതേപോലെ എഴുതുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു എന്താ സെക്കൻഡ് ഫംഗ്ഷനും തേർഡ് ഫംഗ്ഷനും അതേപോലെ എഴുതി. ഓക്കെ, ഇനി മക്കളെ അടുത്തെന്താ മക്കളെ സെക്കൻഡ് ഫംഗ്ഷൻ വി അല്ലേ, അപ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഫസ്റ്റും തേർഡും അതേപോലെ എഴുതുക യു ഡബ്ല്യു പ്ലസ്. ഇനി മക്കളെ തേർഡ് ഡബ്ല്യു അല്ലേടാ, അപ്പോൾ തേർഡിന് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ടാണ് ഇവിടെ എക്സ് ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ബാക്കി എന്താ മക്കളുള്ളത് ഫസ്റ്റും സെക്കൻഡും യു വി. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോണ്ടു. പക്ഷേ 3 വരുമ്പോൾ ഇതിനേക്കാൾ ഏറ്റവും എളുപ്പം നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം കേട്ടോ. ഇതും കൂടെ ഉണ്ട് മക്കൾ മനസ്സിലാക്കുക. ഡെറിവേറ്റീവ് ഓഫ് യു വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മക്കൾ എന്താടാ ഫസ്റ്റ് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഡബ്ല്യു പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു യു ഡബ്ല്യു പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു യു വി. ആ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഇത് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇതിനേക്കാൾ എളുപ്പം നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കല. ഓക്കെ മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബേസും പവറും വേരിയബിൾ ആകുമ്പോൾ നമുക്ക് അവിടെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷൻ നോക്കി, അവിടെ എക്സ് പ്ലസ് 4 ഓൾ ക്യൂബ് ഒന്നാ, എക്സ് പ്ലസ് 5 ഓൾ റേസ് ടു 4 എന്നാ, എക്സ് പ്ലസ് 6 ഓൾ റേസ് 7 എന്നാ. ഈ 3 ഉള്ളെങ്കിൽ നമുക്ക് ഇതുവഴി ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ 4 5 6 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതന്നെ ഒരുപാട് ലെങ്തി ആവും കേട്ടോ.
അപ്പോൾ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ മക്കൾ എളുപ്പത്തിൽ മനസ്സിലായിക്കോ. 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നോക്കി എഫ് ഓഫ് എക്സിന് ജി ഓഫ് എക്സ് എന്ന 2 ഫംഗ്ഷൻ അല്ലേ, അവിടെ നമുക്ക് സിംപ്ലി എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വെച്ച് ചെയ്യാം. ഇനി 3 ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ മക്കളെ, 3 ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാമെങ്കിലും അതിനേക്കാൾ എളുപ്പം എന്താ മക്കളെ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കലാണ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിംപ്ലി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കേസ് പഠിച്ചു. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ when the function is given in the form of f of x raised to g of x. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരുപാട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ. ഇനി മക്കളെ മൂന്നാമത്തത് ഇങ്ങനെയാണെങ്കിലോ നോക്കിയേ, f of x equal to x plus 4 whole square into cos x into x plus 5 all raised to 7 all divided by x plus 5 all raised to 7 into x plus 6 all raised to 8. ഒരു എക്സാമ്പിൾ ആട്ടോ, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോബ്ലത്തിലൂടെ എന്താണ് കോൺസെപ്റ്റ് പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ റേഷ്യോകൾ തന്നിട്ട് അവൻ്റെ ഡെറിവേറ്റീവും കാണാൻ പറഞ്ഞാൽ, ഇപ്പം നോക്കി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഓൾ റേസ് ടു 7 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 5 ഓൾ റേസ് ടു 7 ഇൻറ്റു എക്സ് പ്ലസ് 6 ഓൾ റേസ് ടു 8. നിങ്ങൾ ക്വസ്റ്റ്യൻ റൂൾ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാ ഒരു 2-3-4 പേജ് ഉണ്ടാവും. പ്രാക്ടിക്കലി പോസിബിളാണ്, നമുക്ക് എക്സാമിന് ചെയ്യാൻ കഴിയില്ല ഉറപ്പാ. കാരണം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ്, ഇതന്നെ മക്കളെ 3 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പിന്നെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഉണ്ടാവൂലേ. അപ്പോൾ ഒരുപാടുണ്ടാവും, വളരെ കോംപ്ലിക്കേറ്റഡും ആയിരിക്കും. അപ്പോൾ അത്രയൊന്നും റിസ്ക് എടുക്കാണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും എന്താ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഒക്കെ ശരിക്കും മനസ്സിലാവും. അപ്പോൾ മക്കൾ മൂന്നാമത്തെ ഒരു പോയിന്റ് ആക്കി പഠിക്കണേ. മൂന്നാമത്തെ പോയിന്റ് എങ്ങനെ പറയാം, അതായത് ഒരുപാട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ റേഷ്യോ തന്നിട്ട് ഡിവിഷൻ തന്നിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാലും എന്തുപയോഗിക്കണം, നിങ്ങൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. പെർഫെക്റ്റ്. അപ്പോൾ മക്കൾ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആലോചിച്ച് വെക്കുക. ഒന്നാമത്തെ പറഞ്ഞാൽ ബേസും പവറും വേരിയബിൾ ആകുമ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കണം, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്താണ്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ റേഷ്യോ തന്നിട്ട് ഡിവിഷൻ തന്നിട്ട് അവൻ്റെ ഡെറിവേറ്റീവും കാണാൻ പറഞ്ഞാൽ നമുക്ക് സിംപ്ലി എന്തുപയോഗിച്ച് കണ്ടെത്താൻ കഴിയും, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും. ഓക്കെ ആണോ? ഡൗട്ടുണ്ടോ? ഇല്ല, ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മക്കളെ ഒരു പ്രോബ്ലം, സിംപ്ലി ഒരു പ്രോബ്ലം നമുക്ക് ശ്രദ്ധിച്ചേട്ടോ. ഒരു പ്രോബ്ലത്തിലൂടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. മകളെ എക്സ് റൈസ് ടു എക്സ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇവിടെ എന്തായാലും ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ലോഗ് ഉപയോഗിച്ചുള്ള ഡിഫറൻസിയേഷൻ ആയിരിക്കും. പക്ഷെ എക്സാമിന് നമുക്ക് ലോഗ് ഉപയോഗിച്ചുള്ള ഡിഫറൻസിയേഷൻ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എക്സാമിന് അങ്ങനെ പറയില്ല, ബൈ യൂസിങ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സ് ഒരിക്കലും എക്സാമിന് പറയില്ല. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവണം എക്സ് റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം എന്ന് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവാൻ കാരണം എന്താണ്, ഈ എക്സ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ബേസ് എന്താണ്, വേരിയബിൾ ആണ്, പവർ എന്താണ്, വേരിയബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ബേസും പവറും വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം.
അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് പ്രോബ്ലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന്. അപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായാൽ നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ പ്രോബ്ലത്തിൽ ഞാൻ എല്ലാ സ്റ്റെപ്പും പറയട്ടോ, ഈ പ്രോബ്ലത്തിലൂടെ ഞാൻ എല്ലാ സ്റ്റെപ്പും പറയും. ബാക്കിയുള്ള പ്രോബ്ലം നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ ഇങ്ങനെ ചുരുക്കി പറയും. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണേ. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് എന്ന് മനസ്സിലായ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്ന ക്വാണ്ടിറ്റീനെ y എന്ന് വിളിക്കുക. y ഈസ് ഈക്വൽ ടു എന്താടാ എക്സ് റേസ് ടു എക്സ്. തന്ന ആ ക്വാണ്ടിറ്റീനെ y എന്ന് വിളിച്ചു. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അല്ലേ? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ലോഗ് എടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് എടുക്കുക. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ലോഗുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് എടുത്തു. അപ്പോൾ എന്താ മക്കളെ, ലോഗ് ഓഫ് y ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ്. ലോഗ് ഓഫ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ്. ഓക്കെ, ഇനി മക്കളെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് എടുത്തു. ഇനി മക്കളെ നെക്സ്റ്റ് ആണ് ലോഗ് എടുത്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ദ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. മക്കളെ ഇവിടെ എന്താ ലോഗ് വൈ തന്നെയാണ്. അപ്പോൾ ലോഗ് വൈ ഇസ് ഈക്വൽ ടു ഇത് ലോഗ് ഓഫ് എക്സ് റേസ് ടു എൻ മോഡൽ അല്ലേ? ലോഗ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ? ലോഗ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ലോഗ് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ് ഇവിടെ എന്നിന് പകരം എക്സ് ആയി, ആ മാറ്റമുള്ളൂ. അപ്പോൾ ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം y ഈസ് ഈക്വൽ, തന്ന ക്വാണ്ടിറ്റീനെ y ഈസ് ഈക്വൽ ടു എന്ന് വിളിച്ചു. എന്നിട്ട് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് എടുത്തതാണ് സ്റ്റെപ്പ് 2. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ആഫ്റ്റർ ദി അപ്ലൈയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം, ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/x അല്ലേ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ എന്തായിരിക്കും മക്കളെ? എക്സ് ആണെങ്കിൽ 1/x. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ എന്താ മക്കൾ? ഇതേപോലെ 1/y ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യണ്ടേ? എക്സിന് പകരം y ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് y കാണണം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എന്താ മക്കളെ, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ dy/dx അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? y ആണെങ്കിൽ എക്സിന് പകരം y ആണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തുണ്ടാവും? ഇൻറ്റു dy/dx ഉണ്ടാകും. എപ്പോൾ? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ. ഡൗട്ട് ഉണ്ടാ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ ആ, ലോഗ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെ 1/y ഇൻറ്റു ഒരു എക്സ്ട്രാ എന്തുണ്ടാവും? dy/dx ഉണ്ടാകും. ഡൗട്ട് ഉണ്ടോ? നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് d/dy ഓഫ് ലോഗ് വൈ എന്താ? അതൊക്കെ അവിടെ പറഞ്ഞെന്നാണ്. d/dy ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1/y മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മക്കളെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് y ലാ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ആ. ഇവിടെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് x ലാ, വിത്ത് റെസ്പെക്ട് ടു x ലാ. അപ്പോൾ എന്തിലാണോ 1/x, എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ y വിത്ത് റെസ്പെക്ട് ടു y ആണെങ്കിൽ 1/y. ഇവിടെ y വിത്ത് റെസ്പെക്ട് ടു x ആ, മാറ്റമുണ്ട്. y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു എന്തുണ്ടാവും? dy/dx ഉണ്ടാവും. സംശയം ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ മക്കൾ ഇതേപോലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേ, d/dy ഓഫ് ലോഗ് എക്സ് പറ, ശരിക്കും മനസ്സിലാക്കുക. d/dy ഓഫ് ലോഗ് എക്സ്, d/dx ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1/y ഇൻറ്റു dy/dx. d/dy ഓഫ് ലോഗ് എക്സ് എന്താ? ഇതേപോലെ പറ, 1/x ഇൻറ്റു dx/dy അല്ലേ? dx/dy എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു y. ഇവിടെ d/dx ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു dy/dx. ഇവിടെ നേരെ തിരിഞ്ഞു. ഇവിടെ ലോഗിൻ്റെ ഉള്ളിൽ എക്സ് വന്നു, വിത്ത് റെസ്പെക്ട് ടു y ആ. അപ്പോൾ d/dy ഓഫ് ഇവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്, പക്ഷേ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കിട്ടോ.
ഇവിടെ ഡി ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയില, പക്ഷേ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സില. അപ്പോൾ ഡി ബൈ ഡി വൈ ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ഇൻറ്റു ഇവിടെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലാണ്, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി വൈ ഉണ്ടാവും. പെർഫെക്റ്റ്. എനി ഡൗട്ട്? ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി ബൈ ഡി വൈ ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു നോക്കിയേ ഡി വൈ ബൈ ഡി വൈ, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് വൈ എന്ന് പറഞ്ഞാൽ 1 അല്ല ഉണ്ടാവുക. അപ്പോൾ 1/y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പിന്നെ 1/y എന്നല്ലേ, ഒരു പ്രത്യേകം 1 ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ ഫംഗ്ഷനും ആ വിത്ത് റെസ്പെക്ട് ടു ഏതാണോ അതും സെയിം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് 1/y വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ 1/x വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ രണ്ടും എക്സ് ആണെങ്കിൽ 1/x, രണ്ടും വൈ ആണെങ്കിൽ 1/y. പക്ഷേ ഫംഗ്ഷനും ആ ഡിഫറൻസിയേഷൻ്റെ വേരിയബിളും ഡിഫറെൻ്റ് ആണെങ്കിൽ ഇവിടെ വൈയും എക്സും ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും. ഇനി ഇവിടെ വൈയും എക്സും ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഡി എക്സ് ബൈ ഡി വൈയും ഉണ്ടാവും. സംശയം ഉണ്ടോ? പെർഫെക്റ്റ് അല്ലേ? ഡൗട്ടില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിക്ക് ക്ലിയർ ആക്കിയിട്ട് പോവാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം കേട്ടോ. പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വൈ വിളിച്ചു, ലോഗ് എടുത്തു. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ അപ്ലൈ ദ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അപ്ലൈയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം ഡു ദ ഡിഫറൻസിയേഷൻ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് മക്കളെ കാണുന്നത് കേട്ടോ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് വിത്ത് റെസ്പെക്ട് ടു എക്സാ. ഓക്കെ. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ ഒക്കെ ആണെങ്കിൽ അവർ പ്രത്യേകം പറയൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ മക്കളെ? പറ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആട്ടോ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ്, ഇവിടെ ഞാൻ മൊത്തം സ്റ്റെപ്പ് ചെയ്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ ഈക്വൽ ടു എന്താ മക്കളെ? ഡി ബൈ ഡി എക്സ് ഓഫ് എന്താ? എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ എന്താ മക്കളെ? 1/y ഇൻറ്റു എന്തുണ്ടാവും? ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാകും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇസ് ഈക്വൽ ടു മക്കളെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെ എക്സ് ഒരു ഫംഗ്ഷനാ, ലോഗ് എക്സ് വേറെ ഫംഗ്ഷനാ. ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷന് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ. അപ്പം എന്താടാ? 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ? 1/x പ്ലസ് മക്കളെ എന്താ? ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ മക്കളെ? 1 അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ മക്കൾ പറഞ്ഞ് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ എക്സും കട്ട് ചെയ്തൂടെ? ബാക്കി എന്താ ഉണ്ടാവുക? 1 പ്ലസ് പിന്നെന്താ? 1 ഇൻറ്റു ലോഗ് എക്സ് എന്താ മക്കളെ? ലോഗ് എക്സ് തന്നെയാണ്. ഈ ബൈ വൈ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലുള്ള ബൈ വൈ ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് പോയാൽ ഇൻറ്റു വൈ ആവൂലേ? ബാക്കി എന്താ ഉണ്ടാവുക? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? വൈ ഇൻറ്റു എന്താടാ? 1 പ്ലസ് ലോഗ് എക്സ് ആകും. സംശയമില്ലല്ലോ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എന്താണ്? 1 പ്ലസ് ലോഗ് എക്സ് ആണ്. ബൈ ഹാർട്ട് ചെയ്ത് വെക്കണേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ്. ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മക്കളെ എക്സ് റേസ് ടു എക്സ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ആണ്. എൻട്രൻസിനൊക്കെ ഉപകാരപ്പെടും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ മക്കൾ ശരിക്കും പറഞ്ഞേ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് എന്ന് മനസ്സിലായാൽ ആ തന്ന ക്വാണ്ടിറ്റിയെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് വിളിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തേതോ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് എടുക്കുക. അതും കഴിഞ്ഞു. മൂന്നാമത്തേതോ ലോഗ് എടുത്തതിന് ശേഷം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, അതും എടുത്തു. നാലാമത്തെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അപ്ലൈയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം ഡു ദ ഡിഫറൻസിയേഷൻ.
ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ എന്താ മക്കളെ 1/y ഇൻറ്റു dy/dx ആട്ടോ. ഓക്കെ, സിംപ്ലി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആട്ടോ. അതുകൂടെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ. നമുക്ക് വെറൈറ്റി ആയ ഒരുപാട് പ്രോബ്ലം ചെയ്യാം മക്കളെ. മിനിമം ചോദിക്കുകയാണെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് 3 മാർക്ക്, മിനിമം 3 മാർക്ക് ആട്ടോ. ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ മിനിമം 3 മാർക്ക് ഉണ്ടാവും. അങ്ങനെ പറയാൻ കാരണം എന്താണ്, സ്റ്റെപ്പുകൾ കൂടുതലായി കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.